മണിക്ക് 8ന്റെ പണി കിട്ടി ഗൈസ്. കോവിഡ് ഉള്ളിലുള്ളതാ ഞാൻ കഴുകിയപ്പോ പോയത്. അത് ഇങ്ങനത്തെ പ്രാണി ഉണ്ടാവും അങ്ങനെ. പിന്നെ എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കണോ? എല്ലാവരും ഹെയർ പാക്ക് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നോ? നല്ല ഹെയർ പാക്ക് ആണ് കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും പിന്നെ ഇങ്ങനെ ചെമ്പരത്തിപ്പൂവും എലിയും അതൊക്കെ ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്കൊക്കെ ഞാനൊരു നല്ലൊരു ടോണർ, ഞാനത് എല്ലാ ദിവസവും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. അത് ഞാൻ ഉണ്ടാക്കുന്ന രീതി നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ചെയ്യാട്ടോ. അത് ഭയങ്കര എഫക്റ്റീവാ. അതുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ മുടികളൊക്കെ ഇങ്ങനെ കീർത്തി തോന്നുള്ളൂ. ഇങ്ങനെ പാക്ക് ഇടാൻ മടിയുള്ളവർക്ക് ആഴ്ചയിൽ 1-2 ദിവസം പാക്ക് ഇട്ടാൽ വളരെ നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷെ അത് ചെയ്യാനായിട്ട് ഇങ്ങനെ താല്പര്യമില്ല, ഇങ്ങനെ മുടി ഇങ്ങനെ ഇങ്ങനെ മൈക്രോട്ടൽ പോലെ തോന്നുന്ന ഒരു ഇഷ്ടമില്ലാത്ത ഒരു വ്യത്യാസം പോലെയൊക്കെ തോന്നുന്നവർക്ക് ഞാൻ ടോണർ ഞാൻ ചെയ്യാറുള്ളത് ഞാൻ കാട്ടിത്തരാം. ഭയങ്കര ഒരു നല്ല എഫക്റ്റീവാണ്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഇങ്ങനെ വരും. നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ടോണർ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കുഞ്ഞു കുഞ്ഞു മുടികൾ ഇങ്ങനെ വരും. അതിന് മെയിൻ ആള് സവാളയാണ്. കുഞ്ഞുള്ളി നന്നാക്കാനായിട്ട് ഇരിക്കും മടിയാണ് കണ്ടാൽ കരഞ്ഞത് അവറായി. അതുകൊണ്ട് ഞാനൊരു സവാള എടുത്തിട്ട് അരച്ചെട നീരെടുക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ സസ്പെൻസ് ഇരിക്കട്ടെ. ഈ തലയിൽ തൊപ്പിക്കിട്ട് നിൽക്കുന്നതേ എനിക്ക് ഒരു ഹെയർ പാക്ക് തയ്ച്ചിരിക്കുക. ഞാൻ മുന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത വീഡിയോ ഞാൻ എടുക്കുന്നതേ. അപ്പൊ എനിക്ക് ഹെയർ പാക്കിന്റെ ഒരു ദിവസമായി. അപ്പൊ ഞാൻ ഹെയർ പാക്ക് ഇട്ടിട്ടിരിക്കുക. അപ്പൊ ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുന്ന കാരണം എങ്ങനൊരു ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് നിൽക്കാം. അപ്പൊ പിന്നെ നമ്മുടെ മേത്തും ഒന്നും അങ്ങോട്ട് ആവില്ല, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലും ഇവിടെ ഒക്കെ ആവും. എന്നാലും ഇത്രീശൊക്കെ ആയിട്ട് എന്നാലും അത് പിന്നെ വലിയ സീനില്ല. ഞാൻ ദൈവം ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ഇട്ട നല്ല അസൽ മീൻ കറിയാണ് കേട്ടോ. 10 മിനിറ്റോടെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം. അതിൻ്റെ കുറച്ച് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഇത് മാത്രം മതി. നല്ലൊരു മീൻകറിയുടെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാകാൻ പറ്റുന്നൊരു മീൻകറിയാ. എന്ത് മീനായാലും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് വേണ്ടത് വാളംപുളിയാണ് വേണ്ടത്. നല്ലൊരു ചുടുക്കി ഞാൻ വാളംപുളി ഇടാറ്. ഇത് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടായ ഒരു മോഹൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ വൈഫ് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഞാൻ എന്നിട്ട് ഞാൻ ഇതിനും ഈ ചാനലിൽ കുറേ 2-3 വർഷം മുന്നേ വീഡിയോ ഇട്ടപ്പോൾ മീൻ കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അങ്ങനെ കറി വയ്ക്കാറ്, നല്ല മീൻ കറിയാണ്, നല്ലൊരു ചൊടിയൊക്കെ ഉണ്ട് കഴിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ചേട്ടൻ്റെ മമ്മിക്കും എല്ലാവർക്കും ഈ മീൻ കറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരം നമ്മൾ ഇതിൽ മുളക് കറിയില്ലേ വെക്കണേ. അപ്പം പരമാവധി നമ്മൾ നാളികേരത്തിൻ്റെ ഒരു യൂസൊക്കെ കുറച്ച് വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഷുഗറിനും ഒക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. നമ്മൾ ഓൾറെഡി പലഹാരങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൽ എന്തായാലും തേങ്ങ ഇടും. അതേപോലെ തന്നെ ചാറുകറികളൊക്കെ വെക്കുമ്പോൾ തേങ്ങ ഇടും. അപ്പൊ പരമാവധി അപ്പം എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ നമ്മൾ തേങ്ങ ഇല്ലാതെ വെക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വേണം. യോഗത്തെ ഇടമോ കണ്ടിരിക്കും തുടങ്ങി. ഉള്ളി അരിയണ ഇത്തിരി കുഞ്ഞിനുള്ളി. അതൊന്നും സ്കൂളിൽ പോയിട്ടില്ല. അതൊന്നും കാലത്ത് എഴുന്നേറ്റപ്പോൾ ചെറിയൊരു മേലൊക്കെ ചൂട്. അപ്പോൾ ഞാൻ വിട്ടില്ല. അപ്പം എന്നോട് ഒരു ചേട്ടൻ്റെ ഫ്രണ്ട് ഫോൺ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, വിളിക്കല്ല മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കുറച്ച് നേരം സവാളയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ണിരിയില്ലാന്ന്. പക്ഷെ നമുക്ക് മറന്നു പോകുന്നേ. ആ കുട്ടാ സ്വരമൊന്ന് കുറച്ച് വെച്ചാടാ. അവരോട് ടി വി വെച്ചിരിക്കുക. എന്നിട്ട് സ്കൂളിൽ പോകേണ്ട സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ പനിയൊക്കെ മാറി. നമ്മൾ ഉള്ളി അരിഞ്ഞു, 3 പച്ചമുളക് അരിഞ്ഞു. എന്നിട്ട് ഇതിന് 2-3 ഉള്ളി നമുക്കൊന്ന് മാറ്റി വെക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്ന് ഉള്ളി കച്ചണം. ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കും. ഞാൻ മഞ്ഞക്കോര കൊണ്ടാണ് കേട്ടോ മീൻ കറി വെക്കണേ. ചിലയിടത്ത് പുയ്യപ്പളക്കോര എന്ന് പറയും. ഇങ്ങനെ ചുവന്ന കളറുള്ള മീനില്ലേ, ആ മീനാണ് എനിക്ക് കിട്ടിയിരിക്കണേ. കണ്ടോ, ഞാൻ കുറച്ചു നേരം മുന്നേ ഞാൻ പുളിയൊക്കെ കുതിർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. അത് നന്നായിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ എടുക്കണം. കണ്ടോ, എന്നിട്ട് ഈ വെള്ളം നമുക്കത് ഒഴിച്ചു കൊടുക്കണം. ഞാൻ നോക്കിയപ്പോൾ ഇഞ്ചി ഇങ്ങനെ ചുക്ക് പോലെ ഇരിക്കണ ഇഞ്ചി. അപ്പൊ ഇതിടാൻ പറ്റില്ല.
അല്ലെങ്കിൽ ഇഞ്ചി നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇടണേ. ഞാൻ ഇടാറുണ്ട് സാധാരണ. നോക്കിയപ്പോൾ അവിടെ ഒന്നിനും കൊള്ളാത്തൊരു ഇഞ്ചി ഉണങ്ങി പോയിട്ട് ഞാൻ മറന്നുപോയി വാങ്ങാൻ പറയാം. കഷ്ടമായിട്ട്. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. മീൻകറി വെക്കാൻ എപ്പോഴും ബെസ്റ്റ് മൺചട്ടി തന്നെയാണ് കേട്ടോ. സ്റ്റീൽ ചട്ടിയിൽ വെക്കണേക്കാളും നല്ല ടേസ്റ്റ് വരെ മൺചട്ടിയിൽ വെക്കാനാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിത് ഉള്ളിയൊക്കെ ഞാൻ കൊണ്ടുപോയി ചതച്ച് കൊണ്ടുവന്നു. ആ ഉള്ളി ചതച്ചതും പച്ചമുളകും തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഇട്ട് നമുക്ക് പൊടികളൊക്കെ ഇനി ചേർക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കണേ. ഇഞ്ചി നിങ്ങൾ ചേർത്ത് കൊടുത്തോളട്ടോ. എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടില്ലേ, ഉണങ്ങി കടിച്ച് ഇഞ്ചിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ വെള്ളത്തിൽ കുഴക്കണതിന് പകരം വെളിച്ചെണ്ണ വെച്ചിട്ടാണ് കുഴയ്ക്കാറ്. ചിലപ്പോൾ ഈ ഫാറ്റിൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളിങ്ങനെ കുഴച്ചെടുക്കും. ഫാറ്റിൻ്റെ കാര്യം അവിടെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ കുഴച്ചെടുത്താൽ ഭയങ്കര ടേസ്റ്റാട്ടോ നമ്മുടെ കറിക്ക്. പിന്നെ എൻ്റെ അമ്മേരെ വക ഒരു ഉപദേശം ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട്. നീ ഈ കൂട്ടാൻ വയ്ക്കാന്ന് എന്തിനേ പറയണേ, കറി വയ്ക്കാന്ന് ഇത്തിരി സ്റ്റൈലിൽ പറഞ്ഞൂടേന്ന്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ എൻ്റെ അമ്മേരെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാൻ ഇനി കറി എന്ന് പറയാൻ ശ്രമിക്കാട്ടോ. പക്ഷെ എന്നാലും വായിൽ വരും. അപ്പം നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണെങ്കിൽ ടി വി വെച്ച് ഉറക്ക സ്വരം. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സായിരുന്നു. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ. നല്ല നല്ല രസമായിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. മീൻകറി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി നന്നാക്കൽ മാത്രമാണ് ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് കഴിയും. നന്നായിട്ട് മഞ്ഞക്കോരി ആയതുകൊണ്ട് ഇതിൻ്റെ കൂടിയിട്ടിട്ട് നമ്മൾ തിരുമ്മി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകും. മഞ്ഞക്കറിക്ക് ഒരു തിളയ്ക്കുമ്പോഴേക്കും അങ്ങ് വേവും. അപ്പം അത് കാരണം ഈ ചാറ് ആദ്യം വേവിച്ചിട്ട് തിള വന്നതിന് ശേഷം മീനിട്ട് കഴിഞ്ഞാൽ അധികം ഉടയാണ്ട് നമുക്ക് കിട്ടും. അവിടെ ആവശ്യത്തിന് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. മസാലയൊക്കെ നന്നായി കുഴച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്ത് പുളിവെള്ളമാണ് കേട്ടോ. നമുക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് ചാറൊക്കെ റെഡിയാക്കാം. എനിക്കാണെങ്കിൽ ഒരുപാട് ചാറ് വേണം. സാമ്പാർ വെക്കുമ്പോൾ മീൻകറി വെക്കണം. എനിക്ക് അത്രയും ഇഷ്ടം ചാറ്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ അമ്മരെ നിന്ന് ചീത്തയായിരുന്നു. ഞാനിവിടെ കിണറിലല്ല കൂട്ടാൻ വെക്കണേന്നാണ്, കറി വെക്കണേന്നാണ് എൻ്റെ അമ്മ പറയാറ്. പിന്നെ നമ്മൾ മീൻ മുളക് കറി വെക്കുമ്പോഴേ നമ്മൾ ഒഴിച്ചു കൂടാനാവാത്ത ഒരു പൊടി ചേർക്കണം. അതാണ് ഉലുവാപ്പൊടി. അത് കൂടുതലാവാനും പാടില്ല, കൂടുതലായാൽ കയ്ക്കും. അപ്പോൾ ഉലുവാപ്പൊടി എന്തായാലും ചേർത്തോളട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇടാം. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന മീനുണ്ടല്ലോ, ഈ മഞ്ഞക്കോര, അത് ശരിക്കും വറുത്ത് കഴിക്കാനാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ്. പക്ഷെ നമ്മൾ കറി വയ്ക്കാനും എടുക്കുമെന്ന് മാത്രം. പക്ഷേ ഇതിൻ്റെ വാല് കഷ്ണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വറുക്കാൻ. അതിപ്പോൾ എല്ലാ മീനിൻ്റെയും വാല് കഷ്ണമാണ് വറുത്തത് തിന്നാൻ എനിക്കിഷ്ടം. അപ്പോൾ നമുക്ക് ഞാൻ അത് കൂട്ടാനൊക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സമയം കൊണ്ട് ഞാൻ വറക്കാനായിട്ടുള്ളത് തിരുമ്മി വയ്ക്കുക. അപ്പോൾ ആ സമയം കൊണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ടു കേട്ടോ. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണേ. ഈ കുരുമുളക് പൊടിയാണ് നമ്മുടെ മീൻ വറുത്തതിന് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കണം. അതും ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴക്കണം കേട്ടോ. വെളിച്ചെണ്ണ ശകലം വെള്ളം ഒഴിക്കും. ഈ നമ്മൾ എല്ലാവരും ഞാൻ കണ്ടേക്കുന്നത് വെള്ളം മാത്രം ഒഴിച്ച് കുഴക്കണതാണ്. പക്ഷെ നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുഴച്ച് നോക്കിയാൽ നമ്മുടെ മീൻ ഫ്രൈക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മീൻ ഫ്രൈ ചെയ്യുന്ന മസാലയിൽ നാരങ്ങ നീരും കൂടി ചേർത്താൽ നല്ലതാണ്. ഞാൻ ചിലപ്പോൾ ചേർക്കും, ചിലപ്പോൾ ചേർക്കില്ല. ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ ചേട്ടൻ ഉണ്ടാക്കണതാണ് മീൻ വറുത്ത് കഴിയില്ലേ. എന്നിട്ട് മീൻ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വയ്ക്കണേക്കാളും മുന്നേ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയായിരുന്നേ. അപ്പോൾ എന്തൊരു ടേസ്റ്റാണ്, നല്ലൊരു പ്രത്യേക ഒരു മണം വരും. ഈ മണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് തിന്നാൻ തോന്നും. നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഏകദേശം റെഡിയായി. ഈ മീനധികം വേവില്ല, പെട്ടെന്ന് തന്നെ വേവും. നമ്മൾ തിളച്ച ചാറിലേക്ക് മീനിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ കഷ്ടി എടുക്കുള്ളൂ. കണ്ട അപ്പോഴേക്കും നന്നായിട്ട് വെന്തു കഷ്ണങ്ങളൊക്കെ. ഇനി നമുക്കത് താളിച്ചെടുക്കണം. അതിന് കുറച്ച് ചെറുള്ളി അരിയണം, കറിവേപ്പിലും. ഇത് മാത്രം മതി താളിക്കാൻ. എൻ്റെ ഒരു മാതിരിപ്പെട്ട കറികളൊക്കെ ഞാൻ താളിച്ചൊഴിക്കാറുണ്ട്. ഈ മീൻ കറിയിൽ വേണമെങ്കിൽ നിങ്ങൾ പച്ച വെളിച്ചെണ്ണ മേലെ ഒന്ന് തൂവി കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് താളിച്ചതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായ കാരണമാണ് ഞാൻ ഈ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി താളിക്കണേ. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്ക്. ഉള്ളിയൊക്കെ വറുത്തത് ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. കഴിഞ്ഞു, കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കുടംപുളി ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഒന്നും കൂടി ഈ മീൻ കറിക്ക് ടേസ്റ്റ് വരാം ഈ വാളംപുളി ഒഴിക്കുമ്പോഴാണ്.
ഉച്ച കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കണേ. അപ്പോൾ മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞു. എന്നിട്ട് അന്നമ്മയും അൻ്റപ്പനൊക്കെ സ്കൂളിൽ നിന്ന് വന്നു. എന്നിട്ടാണ് ഞാനിപ്പോൾ മീൻ വറുക്കണേ. ഒരു സന്ധ്യാസമയം ആവാറായിപ്പം. എനിക്കാണെങ്കിൽ മീൻ വറുത്ത് കഴിക്കാനായിട്ട് ഈ മഞ്ഞക്കോര, പിന്നെ മാന്തളില്ലേ, പച്ചമാന്തൾ, അതൊക്കെ എൻ്റെ ഫേവറേറ്റ് മീനാണ്. പിന്നെ ഫുള്ളായിട്ട് പൊള്ളിച്ച് കഴിക്കാനായിട്ട് പിലോപ്പി, കരിമീൻ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏത് മീനാണ് വറുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടം? മീൻ വറുക്കുമ്പോൾ ഇത്തിരി സ്റ്റൈലിൽ വറുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യണേ. പൂവിൻ്റെ ഷേപ്പിലൊക്കെ മീൻ വെക്കണേ. ഇങ്ങനെയൊന്നും ഞാൻ സാധാരണ ചെയ്യാറില്ല. പെട്ടെന്നൊരു രസം. അങ്ങനെ നമ്മുടെ മീൻ വറുത്തതൊക്കെ ശരിയായിട്ടാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഈ എണ്ണയിൽ എണ്ണ വെച്ചിരുന്ന ഈ ഫ്രൈങ് പാനിൽ എണ്ണയൊക്കെ ഈ മീൻ വലിച്ചെടുക്കും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണല്ലോ ചെല്ലണേ. പിന്നെ നമ്മൾ വറുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇടുമ്പോൾ ഒരുപാട് ഓയിലൊക്കെ ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും. അപ്പം നമുക്ക് അത്രയും കുറവ് ഓയിലേ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുള്ളൂ. അങ്ങനെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല ഫ്രണ്ട്സ്. നമ്മുടെ കുളി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഉച്ച തിരിഞ്ഞു. അന്നമ്മയും അൻ്റപ്പനും എല്ലാവരും സ്കൂളിൽ നിന്നൊക്കെ വന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു എത്ര മണി, 7 മണി കണ്ട, 7 മണിയാവാൻ 5 മിനിറ്റ്. അയ്യോ, എനിക്ക് 8ൻ്റെ പണി കിട്ടി ഗൈസ്. എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇനി കിച്ചണിലേക്ക് മീൻ വറക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്ന് വിളമ്പാനും കയറിയാൽ മതിയോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴും എൻ്റെ ചേട്ടൻ അയില വാങ്ങി കൊണ്ടുവന്നു. ഇനി അയില വെട്ടി റെഡിയാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം. കാരണം നമ്മൾക്ക് ഓൾറെഡി വറുക്കാനായിട്ടുള്ള മീൻ തിരുമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറിയൊക്കെ വെച്ചു. ഇനി ഇത് നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് നന്നായിട്ട് പൊരിക്കാനൊക്കെ ആയിട്ട് എടുക്കാം. ഞാൻ കുളിക്കണേക്കാൾ മുന്നേ ആണെങ്കിൽ എനിക്ക് സുഖമായിട്ട് നന്നാക്കിയിട്ട് ഒരുമിച്ച് കുളിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഏപ്രണമൊക്കെ ചുറ്റി അംഗവസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് വേണം എനിക്ക് ഈ മീൻ നന്നാക്കാൻ തുടങ്ങാൻ. അപ്പം നമുക്ക് മീൻ നന്നാക്കാം. ഞാൻ ഇത്രയും വലിയ പാത്രം എടുക്കും കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചതമ്പല അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടാതിരിക്കണ വലിയ കാര്യമായിട്ടൊന്നും ചതമ്പലൊന്നും ചെറുക്കി അങ്ങനത്തെ കുറേ പരിപാടികളൊന്നും ഉണ്ടാവില്ല. സാധാരണ മീൻ വാങ്ങിക്കൊണ്ടുവരുമ്പോഴേ ഞാനും ചേട്ടനും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് മീൻ നന്നാക്കുക. ഇന്ന് ചേട്ടൻ കൂട്ടുകാരുടെ കൂടെ പുറത്തേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ മീൻ വെട്ട് ഞാൻ തന്നെയാണ് കേട്ടോ. തൃശ്ശൂരൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ മീനിന്റെ മേലെ ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ ആക്കി വെക്കുന്നത് ഞാൻ അങ്ങനെ തൃശ്ശൂര് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വന്നേ പിന്നെ മീനൊക്കെ വാങ്ങാനായിട്ട് പോകുമ്പോൾ ഇവര് മീനിന്റെ മേലെ കുറെ മണ്ണൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കും. അതെന്തിനാണെങ്കിലും അറിയില്ല. ഫ്രഷ് ആണെന്ന് തോന്നിക്കാനാണോ എനിക്കറിയാൻ പാടില്ല. അപ്പൊ അത് കാരണം നമ്മൾ ആദ്യം മീനൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ആദ്യം ഈ മണല് കളയണം. അല്ലെങ്കിൽ നമ്മൾ നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചിയിലൊക്കെ ഇങ്ങനെ പിടിക്കും. അതിൽ പിന്നെ വലിയ സീനില്ല നന്നാക്കാൻ. പിന്നെ എളുപ്പത്തിൽ നമുക്ക് നന്നാക്കാൻ പറ്റും. കല്യാണം കഴിഞ്ഞ സമയത്തെ എനിക്കിങ്ങനെ വലിയ പണികളൊന്നും എടുക്കാൻ വലിയ വശമൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നേ പിന്നെയാണ് ഞാൻ നേരെ ചെറിയ പണികൾ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതും ട്രിവാൻഡ്രത്തേക്ക് ഞാൻ വന്നേ പിന്നെയാണ് ഇങ്ങനെ തന്നെ ഗൃഹഭരണമൊക്കെ തുടങ്ങിയ പിന്നെ ഇങ്ങനെ പഠിപ്പിച്ച് ചേട്ടൻ കുറേ പഠിപ്പിച്ചെന്ന് കുറേ കാര്യങ്ങൾ ചേട്ടൻ്റെ മമ്മി നന്നായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചത്. അപ്പം ഞാൻ എന്ത് വെച്ചാൽ അയിലേറെ ഇവിടെ ഒന്നും ചെതമ്പലില്ല, സുഖമാണ്, വെറുതെ വെട്ടി നുറുക്കിട്ടാൽ മതി എന്നായിരുന്നു. പിന്നെയല്ലേ മനസ്സിലായി എവിടെയൊക്കെ ചെതമ്പലുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ അയിലേരി ചെകിളപ്പൂവിൻ്റെ ഉള്ളിലുണ്ടല്ലോ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചെറിയൊരു പ്രാണിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം ഞാൻ അങ്ങനെ ഇരിക്കണുണ്ട്. അപ്പോൾ അതേ വരെ ഞാൻ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഈ പ്രാണി ഉണ്ടോ എന്ന് നോക്കാറില്ല. നല്ല ഫ്രഷ് ആയിട്ടാണ് പിടയ്ക്കുന്ന സാധനം. നല്ല പച്ച മീനാണ്. അപ്പൊ ഇങ്ങനെ പ്രാണി ഉണ്ടോ എന്ന് നോക്കാറൊന്നുമില്ല. പിന്നെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴുണ്ട് ഒരു പ്രാണി ഇരിക്കണു. അതെ, പിന്നെ ഞാൻ അയില നന്നാക്കുമ്പോൾ നോക്കുമ്പോൾ ഇടയ്ക്കൊക്കെ കിട്ടും ഓരോ പ്രാണീനെ. അത് ഭയങ്കര തിന്നുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ കാണുമ്പോൾ ഒരു ഉറപ്പാ. അയിലത്തല ചേട്ടന് ഇഷ്ടമാണ്. അങ്ങനെ അയിലത്തലയായിട്ട് വെക്കാൻ ഇഷ്ടമാണ്. ഇപ്പൊ നന്നാക്കുന്നത് ചേട്ടനെങ്ങാനായിരിക്കണം. പട്ടപ്പടാന്ന് ഇപ്പൊ 3 മീനൊക്കെ ഏകദേശം നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടാവും.
ഞാൻ ഇത്തിരി സ്ലോ ആണ് മീൻ നന്നാക്കാനായിട്ട്. ഒരു പ്രാണി കണ്ടോ, ഇതാണ് കേട്ടോ ആ പ്രാണി. കണ്ടോ, നിനക്ക് കാണാണ്ട ഈ സാധനം? ഇത് ഈ ചെകളപ്പൂവിന്റെ ഉള്ളിലുള്ളതാണ് ഞാൻ കഴുകിയപ്പോ പോയത്. അത് ഇങ്ങനത്തെ പ്രാണി ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ നെറ്റുകുട്ടികൾക്കും കല്യാണം കഴിക്കാനിരിക്കുന്ന നെറ്റുകുട്ടികൾക്കൊക്കെ വേണ്ടി പറയാം, എപ്പോഴെങ്കിലും മീൻ നന്നാക്കേണ്ടി, അയില മീൻ നന്നാക്കേണ്ടി വരികയാണെങ്കിൽ ഈ പ്രാണി ഉണ്ടെന്ന് നോക്കണം. അന്നമ്മേ ഇവിടെ വന്നേടാ, വന്നാണ്ടപ്പാ. മീൻ നന്നാക്കണതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഏപ്രം കെട്ടാൻ മറന്നു പോയിട്ടാ. ഏപ്രം കെട്ടിയില്ലെങ്കിൽ നമ്മൾ കുളിച്ച് വന്നതല്ലേ, ഈ ഡ്രസ്സിലൊക്കെ മീനിൻ്റെ വെള്ളവും. ചില സമയത്ത് ഈ ഏപ്രം ഇടാൻ എനിക്ക് ഭയങ്കര മടി തോന്നൂട്ടാ. അപ്പോൾ ചിലപ്പോഴൊന്നും ഞാൻ ഈ ഏപ്രം ഇടില്ല. ഇപ്പോൾ കുളി കഴിഞ്ഞ കാരണം ഞാനിപ്പോൾ മെയിനായിട്ട് ഇടണേ. കുളി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇടുമായിരുന്നില്ല. പിന്നെ എന്തായാലും കുളിക്കേണ്ടതല്ലേ എന്ന് അങ്ങോട്ട് വിചാരിക്കും. ഇവിടെ മീൻ തിന്നാൻ ഇഷ്ടം എനിക്കും ചേട്ടനും ആൻ്റപ്പനാണ്. അന്നമ്മയ്ക്ക് അതോട്ടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല മീൻ തിന്നാൻ. ഞാൻ മീൻ കഴുകി എല്ലാതും വെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് കഴുകണം, ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകണം. അതിനേക്കാൾ മുന്നേ ഇതിന്റെ ചോര വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് റോസയുടെ കടയ്ക്കും പിന്നെ എല്ലാ ചെടികളുടെ കടയ്ക്കും ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതാ. അവരുടെ ഗ്രോത്തിനൊക്കെ, ചെടികളുടെ ഗ്രോത്തിന് നല്ലതാ. കുടലൊന്നും ഇടാൻ പാടില്ല. കുടലൊക്കെ ഞാൻ ഈ ബക്കറ്റിലേക്ക് ഇട്ടു. എന്നിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവും. എന്നിട്ട് നമുക്കത് ചെടിയുടെ അവിടെ കൊണ്ടുപോയി ഒഴിക്കണം. മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം ഒക്കെ നമ്മുടെ ചെടിയിലെ കടയ്ക്ക് ഒഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ കൊണ്ടുപോയി ഒഴിച്ചിട്ട് വരാം. ഇവരാണെങ്കിൽ പ്രൊജക്ടർ ആയതുകൊണ്ട് എല്ലാ ലൈറ്റും എടുത്തു കഴിഞ്ഞാലാണ് ശരിക്കും അത് നല്ല ക്ലാരിറ്റിയോട് കൂടി കാണാൻ പറ്റുള്ളൂ. അപ്പം അത് കാരണം ക്യാമറയിൽ ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാനപ്പോൾ ഇതൊന്നും കൊണ്ടുപോയി ഒഴിച്ചിട്ട് വരാം. അങ്ങനെ ഒഴിച്ചു. ഇന്ന് ഉപ്പിട്ട് കഴുകണം. അപ്പൊ ഞാൻ ഇനി കാണിക്കണം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് എല്ലാ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാ ക്ലീനിങ്ങും പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ മീൻ വെട്ടൽ യജ്ഞം കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനിവിടെ മീൻ വെട്ടി കഴിയുമ്പോൾ ഒരു 3-4 ഭാഗങ്ങളാക്കും. കുറേ മീനുണ്ടെങ്കിൽ ഒരു 3-4 ഭാഗങ്ങളാക്കി ഫ്രീസറിൽ കയറ്റി വയ്ക്കും. പിന്നെ ആവശ്യത്തിന് നമുക്ക് എടുത്ത് കറി വയ്ക്കുകയോ വറക്കുകയോ എന്തെങ്കിലും ചെയ്യാമല്ലോ. ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവുള്ളൂ, പിന്നെ കളയേണ്ടിയൊക്കെ വരും. എന്തിനാ വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കണേന്ന് വിചാരിക്കും. ഞങ്ങൾ സാധാരണ 5 പേരും കൂടി ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാറ്. ഇന്ന് ചേട്ടൻ പുറത്തുനിന്ന് കഴിക്കുമെന്ന് പറഞ്ഞ കാരണം ഇന്ന് ചേട്ടനില്ല. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ചുടിയുണ്ട്, നല്ല പുളിയും. എൻ്റെ അന്നമ്മയ്ക്കാണെങ്കിൽ മീനിനോടൊന്നും വലിയ പ്രിയം പോരാ. പക്ഷേ ഈ മീൻ വറുത്തത് എന്തോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. വെച്ച മീനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല അവൾക്ക് കഴിക്കാൻ. മുഖം കണ്ടാൽ അറിയാം ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അവളങ്ങ് മാറ്റി വയ്ക്കും. ഈ മീനിൻ്റെ തൊലിയൊക്കെ ചിലപ്പോൾ അവൾ മാറ്റി വയ്ക്കും. അപ്പോൾ ഞാൻ പറയും, ദൈവം ഇതെന്തിനീ ഈ തൊലിയൊക്കെ മാറ്റി വയ്ക്കണേ, അതൊക്കെ അങ്ങ് കഴിക്കാനായിട്ടുള്ളതല്ലേ എന്ന്. അപ്പോൾ അവൾക്കത് ഇഷ്ടമില്ല, ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ പറയും. ഫുഡ് വേസ്റ്റ് ആക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം അവൾക്ക് മീൻ വേണ്ടെങ്കിൽ അവളുടെ മീൻ ഞാനായിട്ട് എടുക്കാറ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.